ഒന്നാം ദിവസം നമ്മൾ സബ്ജക്ട് മാത്രം പഠിച്ചെങ്കിൽ രണ്ടാം ദിവസം നമ്മൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സബ്ജക്റ്റിന്റെ കൂടെ ജനറൽ പേപ്പറിന്റെ ഒരു ടോപ്പിക് കൂടി നമ്മൾ പഠിക്കും. ഇങ്ങനെ പരീക്ഷകൾ തുടർച്ചയായിട്ട് എഴുതി ഓരോ ടോപ്പിക്കുകളും നമ്മുടെ മനസ്സിൽ ഉറച്ചു പോവുക തന്നെ ചെയ്യും. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടുവന്നിട്ടുണ്ടാകും, നമ്മൾ HSA മലയാളത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ HSA ഇനി വിജ്ഞാപനം വന്നോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ പുതിയ HSA വിജ്ഞാപനം വന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് 2 വിജ്ഞാപനങ്ങളായിട്ട് 2 ഘട്ട വിജ്ഞാപനങ്ങളായിട്ട് HSA മലയാളം പാർട്ട് ടൈം വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ പാർട്ട് ടൈം എന്ന് പറയുന്നത്? ഇതിനെ സംബന്ധിച്ച് ഇതിനോടകം ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി പറയാം, HSA മലയാളം പാർട്ട് ടൈം എന്ന് പറയുന്നത് ടെക്നിക്കൽ, മോഡൽ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലേക്ക് വേണ്ടി നടത്തുന്ന ഒരു എക്സ്ക്ലൂസീവ് വിജ്ഞാപനങ്ങളാണ്. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് നടത്താറുള്ളത്. അപ്പൊ പാർട്ട് ടൈം വേക്കൻസി ആണ്. 24,500 മുതൽ ഏകദേശം 44,000 രൂപ വരെ ശമ്പള സ്കെയിൽ വരുന്ന ഒരു തസ്തികയാണ്. അപ്പൊ ഇതിന്റെ പരീക്ഷ ഈ വിജ്ഞാപന പ്രകാരം നവംബറിലും ഡിസംബറിലും ഒക്കെ ആയിട്ട് വന്ന ഈ പരീക്ഷയുടെ ഈ നവംബറിലും ഡിസംബറിലും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഈ വിജ്ഞാപനത്തിന്റെ പരീക്ഷ എന്ന് പറയുന്നത് PSCയുടെ കലണ്ടർ പ്രകാരം ജൂണിനും ഓഗസ്റ്റിനും ഇടയിലാണ്. കൃത്യമായിട്ടുള്ള തീയതി പറഞ്ഞിട്ടില്ലെങ്കിലും ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിപ്പോ മാർച്ച് ആയിട്ടുണ്ട്. ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ ഒരു 100 ദിവസം കൊണ്ട് നമുക്ക് ഈ സിലബസിനെ ഒന്ന് കവർ ചെയ്താലോ? നിങ്ങളിൽ പലരും HSA മലയാളത്തിന്റെ സിലബസ് കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കും. എങ്ങനെയായിരുന്നാലും HSA മലയാളത്തിന്റെ സിലബസ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സബ്ജക്ട് പാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ജനറൽ പേപ്പറും പഠിക്കാനായിട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ജനറൽ പേപ്പറും പഠിക്കാനുണ്ട്, സബ്ജക്ട് പാർട്ടും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സിലബസിനെ നമ്മൾ എങ്ങനെ 100 ദിവസം കൊണ്ട് കവർ ചെയ്യും എന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ HSA മലയാളം പാർട്ട് ടൈമിന് വേണ്ടി 100 ദിവസത്തെ ഒരു സ്റ്റഡി ടൈം ടേബിളോട് കൂടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു HSA മലയാളം പാർട്ട് ടൈം വേക്കൻസി ആണ്. 2 നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 6ഉം 8ഉം ജില്ലകളിലേക്ക് വേണ്ടി. കേരളത്തിലെ 14 ജില്ലകളിലേക്കും എന്തായാലും ഈ ഒരു വിജ്ഞാപന പ്രകാരം ഇപ്പോ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 100 ദിവസം കൊണ്ട് ഇത് പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. 100 ദിവസം കൊണ്ട് വേണം എന്ന് വിചാരിച്ച് അർപ്പണ ബോധത്തോടു കൂടിയിട്ട് ചിട്ടയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്കിത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 100 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 3 മാസത്തിലധികം നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അത്രയും ദിവസങ്ങളാണ് കിട്ടുന്നത്, അത്രയും മണിക്കൂറുകളാണ് കിട്ടുന്നത്. ആ മണിക്കൂറുകളെ വേണ്ട വിധത്തിൽ ക്രിയാത്മകതയോട് കൂടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ 100 ദിവസത്തെ ടൈം ടേബിളുമായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. ഈ 100 ദിവസം എങ്ങനെയാണ് പോവുക എന്നുള്ളതൊക്കെ. അപ്പൊ ഈ 100 ദിവസത്തെ ടൈം ടേബിളിൽ ആദ്യത്തെ കുറച്ച് ദിവസത്തെ ടൈം ടേബിൾ എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലായിരിക്കും ജനറൽ പേപ്പറും സബ്ജക്റ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ആവുമോ, ഈ വെറുതെ പഠിക്കല് മാത്രമാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനൊരു മാതൃക എന്ന വണ്ണമാണ് ഈ 100 ദിവസത്തെ ടൈം ടേബിളിന്റെ ഒരു ചെറിയ മോഡൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ 100 ദിവസത്തെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡേ 1 നമ്മുടെ മൊഡ്യൂൾ 1 നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ. നമുക്ക് ആദ്യമേ ജനറൽ പേപ്പറിലോട്ട് പോയിട്ട് ജനറൽ പേപ്പർ മലയാളം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബാലികേറ മലയാ, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യേണ്ട, ജനറൽ പേപ്പറിലേക്ക് പോകേണ്ട, നമുക്ക് അത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം, ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? മലയാള കവിത എന്നുള്ളതാണ്. പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ ഏത് ടോപ്പിക് പഠിക്കും? ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള പാഠപ്രസ്ഥാനത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള പാഠപ്രസ്ഥാനത്തെ കുറിച്ച് അതിന്റെ ലക്ഷണ നിർവചനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാഠപ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ രാമചരിതം, തിരുനിഴൽമാല, നിരണം കൃതികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത്തെ ദിവസം പഠിക്കും. അവിടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ടോപ്പിക്കാണ് പാഠപ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രാചീന സാഹിത്യ പ്രസ്ഥാനം അവിടെ കഴിഞ്ഞു. ഡേ 2ലേക്ക് നമ്മൾ വരുമ്പോഴേക്കും അതേ മൊഡ്യൂളിൽ തന്നെ നാടൻ പാട്ടുകളെ കുറിച്ച്, പാട്ടിന്റെ കൂടെ തന്നെ വരുന്നതാണ് നാടൻ പാട്ടുകളെ കുറിച്ച്. അത് വടക്കൻ പാട്ടും തെക്കൻ പാട്ട്, ഇടനാടൻ പാട്ട്, മാപ്പിളപ്പാട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വലിയൊരു ഗാനശാഖയാണ്. അതിനെ നമ്മൾ എവിടെ പഠിക്കും? 2ാം ദിവസത്തിൽ പഠിക്കും. 2ാം ദിവസത്തിൽ നമ്മൾ ആരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു? ജനറൽ പേപ്പറിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. ജനറൽ പേപ്പറിൽ റിനൈസൻസും കോൺസ്റ്റിറ്റ്യൂഷനും GK കറണ്ട് അഫയേഴ്സും അതിനോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചിങ് സബ്ജക്റ്റിന്റെ മെത്തഡോളജി, അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്ന ഭാഗം കൂടി വരുന്നുണ്ട്. അപ്പൊ ജനറൽ പേപ്പറിൽ അതായത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്റ്റില് ഹിസ്റ്ററി ഓർ കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, അതായത് ഈ മെത്തഡോളജി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ ആവശ്യകത എന്താണ്, പ്രാധാന്യം എന്താണ്, അതിന്റെ മീനിങ്ങും നേച്ചറും എന്തൊക്കെയാണ്
മറ്റുള്ള സബ്ജക്റ്റുകളുമായിട്ട് നമ്മുടെ വിഷയത്തിനുള്ള ബന്ധം എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ചൊരു ബേസിക് കാര്യങ്ങളായിരിക്കും നമ്മൾ രണ്ടാം ദിവസം പഠിക്കുന്നത്. അപ്പൊ ഒന്നാം ദിവസം നമ്മൾ സബ്ജക്ട് മാത്രം പഠിച്ചെങ്കിൽ രണ്ടാം ദിവസം നമ്മൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സബ്ജക്റ്റിന്റെ കൂടെ ജനറൽ പേപ്പറിന്റെ ഒരു ടോപ്പിക് കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്ക് എന്താ, ഒന്നാം മൊഡ്യൂളിൽ തന്നെ നമ്മൾ തുടരുകയാണ്. നമ്മൾ പാട്ട് കഴിഞ്ഞു, നാടൻ പാട്ടുകൾ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ആരെ പഠിക്കുന്നു? മണിപ്രവാള പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുന്നു. അതിനകത്ത് തന്നെ അതിന്റെ ലക്ഷണ നിർദ്ദേശങ്ങളെ കുറിച്ചും നമ്മൾ ലീലാതിലകത്തെ പറ്റിയും പഠിക്കും. അതേപോലെ തന്നെ മണിപ്രവാളത്തിലെ വ്യത്യസ്ത സാഹിത്യ രൂപങ്ങൾ, പ്രാചീന ചമ്പുക്കളായിക്കോട്ടെ, മധ്യകാല ചമ്പുക്കളായിക്കോട്ടെ, സന്ദേശകാവ്യങ്ങളായിക്കോട്ടെ, ലഘുകാവ്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ മൂന്നാം ദിവസത്തിൽ കവർ ചെയ്യും. ഡേ 3 നമ്മൾ കവർ ചെയ്യും. ഇനി ഡേ 4 എത്തുമ്പോഴേക്കോ, ഡേ 4 എത്തുമ്പോൾ ആ മൊഡ്യൂളിൽ തന്നെയുള്ള ഒന്നാം മൊഡ്യൂളിൽ തന്നെയുള്ള ഗാഥ, കിളിപ്പാട്ട്, കീർത്തനങ്ങൾ, വഞ്ചിപ്പാട്ട് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടേറിയതൊന്നും അല്ല. കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ബേസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പൊ ബേസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയും. നമ്മുടെ സിലബസിന്റെ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഈ ടൈം ടേബിളും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഡേ 5 വരിക. ഡേ 5 വരുമ്പോഴേക്കും എന്താണ്, കവിതയുടെ തുടർച്ചയാണ് അല്ലെ, കാൽപ്പനികതാ പ്രസ്ഥാനത്തിന്റെ ഒരു ആദ്യാങ്കുരങ്ങൾ കാണുന്ന ഒരു കാൽപ്പനിക പൂർവ്വഘട്ടം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. കൊടുങ്ങല്ലൂർ കളരി ആയിക്കോട്ടെ, വെൺമണി കവിതകളായിക്കോട്ടെ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേ 5 പഠിക്കുന്നു. ഡേ 6 എത്തുമ്പോഴേക്കും നമ്മൾ എന്താ പഠിക്കുന്നേ, കാൽപ്പനിക പൂർവ്വഘട്ടത്തിൽ തന്നെ കേരളവർമ്മ പ്രസ്ഥാനത്തെയും മഹാകാവ്യങ്ങളെയും നമ്മൾ പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡേ 7 ഒന്നാമത്തെ ആഴ്ച കംപ്ലീറ്റ് ചെയ്യാണ്. ഡേ 7 നമ്മൾ എത്തുമ്പോഴേക്കും നമ്മൾ കവിത്രയത്തെ, അതായത് കാൽപ്പനിക പൂർവ്വഘട്ടം, കേരളവർമ്മ പ്രസ്ഥാനവും വെൺമണി പ്രസ്ഥാനവും മഹാകാവ്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ കാൽപ്പനികതയിലേക്ക് എത്തുകയാണ്. കാൽപ്പനികതയിൽ നമ്മൾ എന്ത് പഠിക്കുന്നു, കാൽപ്പനികതയിൽ നമ്മൾ കവിത്രയത്തെ പറ്റി പഠിക്കുന്നു. കാൽപ്പനികതയില് ആശാനും ഉള്ളൂരും വള്ളത്തോളും അടങ്ങുന്ന ആധുനിക കവിത്രയത്തെ നമ്മൾ പഠിക്കും. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പറും നമ്മൾ 7-ാം ദിവസത്തിൽ പഠിക്കും. ജനറൽ പേപ്പറിനകത്ത് ടീച്ചിങ്ങിന്റെ എയിംസും ഒബ്ജക്റ്റീവ്സും വാല്യൂസും, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമ്മൾ 7-ാം ദിവസം പഠിക്കും. അതിനുശേഷം നമുക്കൊരു റിവിഷൻ ഡേ ഉണ്ടാകും. അതിനുശേഷം നമുക്ക് പിറ്റേ ദിവസം വീക്ക്ലി എക്സാം ആയിരിക്കും. അപ്പൊ 7 ദിവസം കൃത്യമായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് 7 ദിവസത്തില് 2 ദിവസങ്ങളിൽ നമ്മൾ ജനറൽ പേപ്പറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും സബ്ജക്ട് പേപ്പറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം റിവിഷൻ എടുക്കും. റിവിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വീക്ക്ലി എക്സാം അറ്റൻഡ് ചെയ്യും. ഈ 7 ദിവസം നമ്മൾ പഠിച്ച ടോപ്പിക്കുകളെയൊക്കെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് തരും. ആ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. തെറ്റു വന്ന ഭാഗങ്ങൾ നമ്മൾ കണ്ടെത്തും, റിവിഷൻ നടത്തും. വീണ്ടും 8-ാം ദിവസം അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകും. അങ്ങനെയാണ് 100 ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ജനറൽ പേപ്പറിനും സബ്ജക്ട് പേപ്പറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ്, ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ ജനറൽ പേപ്പറിനെ മാറ്റി വെക്കുന്നതിലോടുകൂടി അതും കവർ ചെയ്യാൻ നമ്മളെ കൊണ്ടൊക്കും. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് പേപ്പറും നമ്മൾ ഈസിലി കവർ ചെയ്തു പോകും. 100 ദിവസങ്ങൾ കൊണ്ട് സുനിശ്ചിതമായിട്ട് നമ്മൾ നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതി, അതെ നമ്മൾ എത്രത്തോളം ഓരോ 7 ദിവസം കഴിയുന്തോറും നമുക്ക് എന്തുണ്ട്, വീക്കിലി എക്സാമുകളുണ്ട്. അപ്പൊ ഇങ്ങനെ പരീക്ഷകൾ തുടർച്ചയായിട്ട് എഴുതി ഓരോ ടോപ്പിക്കുകളും നമ്മുടെ മനസ്സിൽ ഉറച്ചു പോവുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് നമ്മൾ 100 ദിവസത്തെ ടൈം ടേബിൾ നമുക്ക് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഒന്നിലധികം മോഡൽ എക്സാമുകൾ, 100 മാർക്കിന്റെ ഒന്നിലധികം മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നതായിരിക്കും. അത്തരത്തിൽ ക്രമീകൃതമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് 100 ദിവസം കൊണ്ട് HSA നേടാനായി നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കർ തയ്യാറാക്കി നൽകുന്നത്. അപ്പോ ഈ ഒരു 100 ദിവസത്തെ ബാച്ചിൽ 100 ദിവസം കൊണ്ട് HSA നേടാനാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കഴിയും. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഓഫർ കൂടി ഉണ്ട്. നമ്മുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് തന്നെയാണ് 8000 രൂപയ്ക്കാണ്, വെറും 8000 റുപ്പീസിനാണ് നമുക്കിപ്പോൾ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ്. 100 ദിവസത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ HSA മലയാളം പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 8589083568 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 100 ദിവസത്തെ ബാച്ച് ഫീസ് കുറവാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള കോഴ്സുകളുടെ പ്രത്യേകതകളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമുക്കറിയാലോ ഏതൊരു പരീക്ഷയ്ക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം ചോദ്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. വീക്ക്ലി പരീക്ഷകൾ, നമ്മൾ പരീക്ഷ എഴുതി തന്നെ പഠിക്കണം അല്ലെ, എഴുതണമെങ്കിൽ പരീക്ഷ എഴുതി തന്നെ പഠിക്കണം. അപ്പൊ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നിരന്തരം പരീക്ഷകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ പരീക്ഷകളുടെ ഒക്കെ മാർക്കിലൂടെ നിങ്ങളെ നിരന്തരം ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെക്കുറിച്ച് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോ ആഴ്ച കഴിയുന്തോറും
തോറും സ്വന്തം പഠന പുരോഗതി നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. അങ്ങനെയൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ തരുന്നത്. അപ്പൊ 100 ദിവസങ്ങൾ കൊണ്ട് HSA നേടാനാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേടാനാകും. മുൻപ് കാണിച്ചതുപോലെ അതൊരു സാമ്പിൾ മാത്രമാണ്, 7 ദിവസത്തെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇനിയും അതിൽ ആഡ് ഓൺ ആയിട്ട് ഒരു 93 ദിവസങ്ങൾ കൂടിയുണ്ട്. 100 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ HSA നേടും. നിങ്ങളും തയ്യാറാണെങ്കിൽ അപ്പോൾ മറക്കണ്ട, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് നേടാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്